ഇന്നലെ ഇടുത്തി പോലെ നമ്മൾ കേട്ട വാർത്തയായിരുന്നു രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ സ്റ്റണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധവും നിയമപോരാട്ടവും തുടരാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ പിന്തുണയുമായി ഇന്ത്യ സഖ്യ പാർട്ടികളും ഒപ്പമുണ്ട്. ആം ആദ്മിയും രാഹുലിന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കലാപം നടത്തേണ്ടി വരുമെന്ന് സഞ്ജയ് സിംഗ് പ്രതികരിച്ചു. അതേസമയം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചവരാണ് കോൺഗ്രസ് എന്നും രാഹുലിനെ ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പ്രതികരിച്ചു. നോബൽ മാരിക്കാരനും വി എസ് രഞ്ജിത്തും തത്സമയം ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്നും, വി എസ് രഞ്ജിത്ത് ബംഗളൂരു സെൻട്രലിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുക. ആദ്യം ഞാൻ നോബലിലേക്കൊന്ന് പോകുന്നു. നോബൽ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നോബൽ, ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിന്റെ വിഷയമാക്കി മാറ്റുകയാണ്. കർണാടകയിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമുണ്ട്. ഇത് ഉടനീളം വ്യാപിക്കുമെന്നറിയുന്നു. ഇന്നലെ രാഹുൽ കൊളുത്തിവിട്ട ആ തിരി രാജ്യമൊന്നാകെ പ്രതിഷേധാഗ്നിയായി പടരുമോ? നോബൽ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ രാഹുൽ ഗാന്ധി ഇന്നലെ വിശദമായി തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, അതിന്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ആരോപണങ്ങൾ തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകൾ കൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലളിതമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു രാഹുലിന്റെ ഓരോ വാക്കുകളും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഈ വിഷയം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിനെതിരെ ഒരു വശത്ത് നിയമ പോരാട്ടവും മറുവശത്ത് തെരുവിൽ പ്രതിഷേധം നടത്തും എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. പ്രധാനമായ എല്ലാ നഗരങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എല്ലായിടത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കം കേരളത്തിലടക്കം അതുമായി ബന്ധപ്പെട്ട തീയതികളടക്കം പ്രഖ്യാപിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ജില്ലകളിൽ പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ വിഷയം കൃത്യമായി തന്നെ എപ്പോഴും ഉയർത്തി നിർത്തുക എന്നതാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ഇന്ത്യ സഖ്യത്തിന് യോഗം ചേർന്നത്. യോഗം ചേർന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ അതേ പ്രസന്റേഷൻ കൃത്യമായി തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് മുന്നിൽ നടത്തിക്കൊണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിൽ നടത്തുന്ന കൃത്രിമം എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കി കൊടുത്തു എന്നാണ് ഓരോ നേതാക്കളും ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തത്. മൊത്തം 24 പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ് അടക്കം 24 പാർട്ടികൾ ഇന്നലത്തെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഈ പാർട്ടികളെല്ലാം ഇതിന് പൂർണ്ണ പിന്തുണ നൽകി എന്ന് മാത്രമല്ല, ഇന്ത്യ സഖ്യം വിട്ടുപോയ ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഒന്ന് രഞ്ജിത്തിലേക്ക് പോയിട്ട് വരാം. നോബൽ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിൽ മുഴുവൻ പാർട്ടികളും രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടികളും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ഗൗരവമായി തന്നെ എടുക്കണം. അതിനെ രാഹുൽ ഗാന്ധിയെ തിരിഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ദുർബലമാകുന്നത് ജനാധിപത്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ വി എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, ബംഗളൂരുവിൽ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധമുണ്ട്. ചില സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാര്യം ഈ മോഡൽ, മഹാദേവ്പുര മോഡൽ രാജ്യത്ത് പലയിടങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും അത് പരിശോധിക്കണമെന്നൊക്കെ ഇന്നലെ സുൽകുമാറും ഒക്കെ പറയുകയും ചെയ്തു. ബംഗളൂരുവിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ശക്തമായ പ്രതിഷേധം ബംഗളൂരുവിൽ ഉണ്ടാവുമെന്ന് അറിയുന്നു. ആ പ്രതിഷേധം ഒരുപക്ഷെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകുമെന്ന് കരുതണമോ? വി എസ് രഞ്ജിത്ത്. തീർച്ചയായിട്ടും ഇന്ന് ഫ്രീഡം സ്ക്വയറിൽ പ്രതിഷേധ റാലിയും അതുപോലെ തന്നെ മാർച്ചും ഒക്കെ ഉണ്ടാവും. രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്ന് അറിയുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ കർണാടകയിൽ നിന്ന് പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് കൂടി ഏറ്റവും പ്രിയപ്പെട്ട ഒരു നഗരം കൂടിയാണ്. കാരണം ബംഗളൂരു സെൻട്രൽ മണ്ഡലം പരിശോധിച്ചാൽ അവിടെ സർവജ്ഞ നഗർ എന്ന് പറയുന്ന മണ്ഡലം, അത് കെ ജെ ജോർജ് എന്ന് പറയുന്ന മലയാളിയാണ് അവിടെ MLA. അദ്ദേഹം ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ ശാന്തിനഗർ നോക്കിയാൽ NA ഹാരിസ് എന്ന് പറയുന്ന മലയാളിയാണ്. അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു, ഇപ്പോൾ BDAയുടെ ചെയർമാൻ കൂടിയാണ്. അതുപോലെ ഗാന്ധിനഗർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ദിനേശ് ഗുണ്ടുറാവു മലയാളികൾക്ക് വളരെ പരിചിതനായിട്ടുള്ളൊരു മന്ത്രിയാണ്. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന 5 മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, കോൺഗ്രസിന്റെ കയ്യിലുള്ള 5 മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത് മലയാളികൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ BJPക്ക് 3 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ മഹാദേവപുര എന്ന് പറയുന്നത്. അവിടെ അരവിന്ദ് ലിംബാവലിയുടെ ഭാര്യ മഞ്ജുള അരവിന്ദ് ലിംബാവലിയാണ് ഇപ്പോൾ BJPയുടെ MLA. അപ്പോൾ ഇവിടെ നിയമസഭയിലൊക്കെ കോൺഗ്രസിനാണ് 5 മണ്ഡലങ്ങൾ ഉള്ളതെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടെ PC മോഹൻ എന്ന് പറയുന്ന BJPയുടെ MP ആണ് ജയിച്ചു വരുന്നത്. അതിലുള്ള ഒരു അപാകതയാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമ്പോഴും പാർലമെന്റിലേക്ക് എത്തുമ്പോഴേക്കും അത് അട്ടിമറിയിലേക്ക് മാറുന്നു. അതിൽ തന്നെ ഈ മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള കള്ളവോട്ടുകളെ കുറിച്ചുള്ള കൃത്യമായ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സുമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നൽകിയിട്ടുള്ളതും. അത് രാജ്യത്ത് മുഴുവനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്
അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രതിഷേധം അത് ബംഗളൂരുവിൽ തുടങ്ങുന്നു എന്ന് മാത്രം, അത് രാജ്യവ്യാപകമാക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും ഇവിടെ വെച്ച് പ്രതിഷേധം തുടങ്ങുന്നു. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും രാജ്യവ്യാപകമായി കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും കർണാടകയിലെ നേതാക്കന്മാർ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു പ്ലാൻ എങ്ങനെയാണ്? നമ്മൾ മഹാദേവ്പുരയിലേക്ക് പോവുകയല്ലേ? രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷിക്കുകയാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി മറ്റ് നേതാക്കളെയൊക്കെ കാണണം. മഹാദേവ്പുരയിലേക്ക് അധിക ദൂരമുണ്ടോ ശ്രീജിത്ത്? ഇല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരു സെൻട്രൽ തന്നെയാണ്. ഇതിൻ്റെ പല ഭാഗത്തായിട്ടാണ്. മഹാദേവപുര എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എൻഡിൽ നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ PC മോഹൻ എന്ന് പറയുന്ന ഇവിടുത്തെ BJP MP ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നറിയണം. അതുപോലെ NA ഹാരിസും KJ ജോർജും ഒക്കെ മലയാളികളായ MLA മാർ ഈ മണ്ഡലത്തിലുള്ളവരാണ്. അവർക്കും സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു വികാരം ഉൾക്കൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കും. അതുപോലെ മഹാദേവപുരത്തിലെ അവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവർക്കിടയിൽ പോയി നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വോട്ടർ പട്ടിക പരിശോധിക്കാൻ സാധിക്കും. ഈ വോട്ടർ പട്ടികയിൽ പറയുന്ന ആ ഒറ്റ വീടുണ്ടല്ലോ, കുറേ വോട്ടർമാരുള്ള ഒറ്റ വീട്, അതൊക്കെ നമുക്ക് എവിടെയാണെന്ന് നോക്കാൻ പറ്റും. അതുപോലെ 11 ഫ്രീഡം സ്ക്വയറിൽ വലിയ നമ്മുടെ അന്വേഷണം തുടരുക. ശ്രീജിത്ത്, നമുക്ക് എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കണം. ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷ നേതാവ് വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയുന്നത് ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. മാത്രവുമല്ല, ജനാധിപത്യത്തിന്റെ ആധാരശിലയെ തന്നെയാണല്ലോ ഇപ്പോൾ ഇളക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അത് പാടില്ല. അതുകൊണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരും യഥാർത്ഥത്തിൽ ഇത് അവരുടേതായ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. 25ഓളം ഇത്തരം മണ്ഡലങ്ങളിൽ ഈ അട്ടിമറി നടന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ VS അടക്കമുള്ള സംഘം എവിടെ എത്തി പരിശോധിക്കുകയും ചെയ്യും മഹാദേവ്പുരയിൽ.